ശിവാഭിഷേകത്തിൻ്റെ ഗുണഫലങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ശിവഭഗവാന് വിവിധ ദ്രവ്യങ്ങളാൽ അഭിഷേകം നടത്തുന്നത് പല ദോഷങ്ങൾ ശമിക്കാൻ നല്ലതാണെന്ന് പറയപ്പെടുന്നുണ്ട്. സാധാരണയായി 11 ദ്രവ്യങ്ങൾ കൊണ്ടാണ് ഭഗവാന് അഭിഷേകം ചെയ്യാറ്. ഓരോ അഭിഷേകത്തിനും ഓരോ ഫലങ്ങളാണുള്ളത്. നല്ലെണ്ണ കൊണ്ടാണ് അഭിഷേകം ചെയ്യുന്നതെങ്കിൽ മനഃശാന്തി കിട്ടുമെന്ന് പറയപ്പെടുന്നു. പഞ്ചഗവ്യം കൊണ്ടാണെങ്കിലോ ജീവിതത്തിൽ വിജയമുണ്ടാവാൻ നല്ലതാണ്. അതേപോലെ പഞ്ചാമൃതവും ജീവിത വിജയത്തിന് വളരെ നല്ലതാണ്. നെയ്യ് കൊണ്ടുള്ള അഭിഷേകമാണെങ്കിൽ പഞ്ചമുക്തി ലാഭമാണെന്ന് പറയപ്പെടുന്നു. പാല് കൊണ്ട് അഭിഷേകം ചെയ്താൽ ആയുർവർദ്ധന, മരണഭയം മാറൽ. തൈര് കൊണ്ടാണെങ്കിലോ വിദ്യാവിജയവും ഉന്നത സ്ഥാനലബ്ധിയും ഉണ്ടാകും. തേന് കൊണ്ട് ഭഗവാൻ അഭിഷേകം ചെയ്താൽ സന്തോഷവും സംതൃപ്തിയും ഉണ്ടാകും. കരിമ്പിൻ നീര് കൊണ്ടാണെങ്കിൽ ആരോഗ്യത്തോടെ ജീവിക്കാൻ കഴിയുമെന്ന് പറയപ്പെടുന്നു. ഭഗവാന് ചെറുനാരങ്ങ നീര് കൊണ്ട് അഭിഷേകം ചെയ്താൽ ജ്ഞാനവർദ്ധനം, സദസ്സിൽ അംഗീകാരം, പൊതുജന മധ്യത്തിലൊരു പ്രീതി, ഇതിനൊക്കെ നല്ലതാണ്. ഇളനീര് കൊണ്ട് അഭിഷേകം ചെയ്താൽ എല്ലാ ദോഷങ്ങളിൽ നിന്നും മുക്തി കിട്ടുമെന്നും ജീവിതത്തിൽ സായുജ്യം അടയാമെന്നും പറയപ്പെടുന്നു. കളഭം കൊണ്ടാണെങ്കിൽ എല്ലാ പാപങ്ങളിൽ നിന്നുള്ള മുക്തിയാണ്. ആധ്യാത്മിക ജ്ഞാനമുണ്ടാവാനും നല്ല ബുദ്ധി ഉണ്ടാവാനും കളഭം കൊണ്ടുള്ള അഭിഷേകത്തിന് ഫലമുണ്ടെന്ന് പറയുന്നു. പിന്നെ പലതരത്തിലുള്ള മാനസിക രോഗങ്ങൾ, നാഡീരോഗങ്ങൾ, അപസ്മാരം, ഇതിനൊക്കെ ശിവാഭിഷേകം നല്ലതാണെന്ന് പറയുന്നുണ്ട്.